ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാവുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഇതൊരു സാധാരണക്കാരനെ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഈ യുദ്ധം ഒരിക്കലും മനുഷ്യർ തമ്മിലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. മനുഷ്യന്റെ നൂറിരട്ടി ബുദ്ധിയും ശക്തിയുമുള്ള റോബോട്ടുകളും ആകാശങ്ങളിലൂടെ പറക്കുന്ന ഡ്രോണുകളുമായിരിക്കും ഈ യുദ്ധം നിയന്ത്രിക്കുന്നത്. ഈ അടുത്ത് തന്നെ ഗാസ ഇസ്രായേലിലേക്ക് ഒരു രാത്രി കൊണ്ട് ഒട്ടനവധി മിസൈലുകൾ അയച്ചു. പക്ഷേ ഉറങ്ങിക്കിടന്ന സൈനികരല്ലായിരുന്നു ഇസ്രായേലിനെ മിസൈലിൽ നിന്നും സംരക്ഷിച്ചത്. അവിടെ സ്ഥാപിച്ചിരുന്ന അയറൺ ഡോം ഡിഫൻസ് സിസ്റ്റം അഥവാ മനുഷ്യനിർമ്മിത ബുദ്ധിയുള്ള ആ റോബോട്ടുകളാണ് ഇസ്രായേലിനെ ആ രാത്രി സംരക്ഷിച്ചത്. ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളിലും മിസൈലിൽ നിന്നും സംരക്ഷിക്കുന്നത് പട്ടാളങ്ങളല്ല, അതും മനുഷ്യനിർമ്മിത ബുദ്ധിയുള്ള റോബോട്ടിക് സിസ്റ്റങ്ങളാണ്. MDS മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരെയധികം വളർന്നു കഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തെ ശാസ്ത്രവും ഇന്നത്തെ ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് മൂന്നാം മഹാലോക യുദ്ധം തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കുക? ആരുടെയൊക്കെ ഭാഗത്തായിരിക്കും, എന്തൊക്കെ സാങ്കേതിക വിദ്യകളായിരിക്കും അവർ പ്രയോഗിക്കുക? അത് കാരണം ഭൂമിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന ബോംബാക്രമണത്തിന്റെ ഭീകരത കൊണ്ട് ഭൂഗർഭ താപനില 4000 ഡിഗ്രി സെൽഷ്യസിലെത്തി റേഡിയോ ആക്റ്റീവ് മഴ വരെ പെയ്തു. ഭൂമിയെ തന്നെ പിടിച്ചുകൊള്ളുവാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ വരെ ഇന്ന് മനുഷ്യർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 1945 സെപ്റ്റംബർ 2-ാം തീയതിയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അന്ന് ഹിരോഷിമയിൽ 1,40,40,000 ആളുകളും നാഗസാക്കിയിൽ 74,000 ആളുകളും കൊല്ലപ്പെട്ടു. ആ ബോംബ് പൊട്ടാൻ ആ കാലത്ത് 10 സെക്കൻഡ് എടുത്തിട്ടുള്ളെങ്കിലും നൂറ്റാണ്ടുകളോളം ഏകദേശം ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ അപകടത്തിന് ശേഷം അതിജീവിച്ചതിൽ 90% ആളുകളും ശക്തമായ റേഡിയേഷൻ എക്സ്പ്ലോഷറിന് കാരണമായി. പിന്നീട് അംഗവൈകല്യരോ ക്യാൻസർ പോലെയുള്ള മാരാരോഗങ്ങൾക്ക് അടിമപ്പെട്ടു മരിച്ചു. ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അംഗവൈകല്യവും മാറാരോഗവും ഉണ്ടായി. കാലങ്ങൾക്ക് ശേഷം അവരെ രക്ഷിക്കാനായി അവിടേക്ക് ചെന്നവർക്കും റേഡിയേഷൻ എക്സ്പ്ലോഷർ സംഭവിച്ചു. ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന തലമുറ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊന്നും ലോക മഹായുദ്ധങ്ങൾ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതിനൊരുപാട് രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ടായിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറ്റൊരു ലോക മഹായുദ്ധവും ഇവിടെ നടന്നിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലും കുവൈത്തിലും എന്തിന് നമ്മളെ ഇന്ത്യയിൽ തന്നെ യുദ്ധങ്ങൾ നടന്ന കാര്യം നമ്മൾക്കറിയാം. 1945 ശേഷം ഓരോ വർഷം കഴിയുന്തോറും നടക്കുന്ന യുദ്ധത്തിന് തീവ്രത വളരെയധികം കൂടുതൽ തന്നെയായിരുന്നു. 1960കളിൽ മറ്റൊരു ലോക മഹായുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ യുദ്ധം നടക്കാതെ അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ രാജ്യങ്ങൾക്ക് സാധിച്ചു. എന്നാൽ അതേ സാഹചര്യം 2024 നടക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിഭീകരമായ യുദ്ധം തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുക. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അവിടെ ആണവായുധങ്ങളുടെ പ്രാധാന്യം വളരെ വലുതായിരിക്കും. ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിലുണ്ടായ ആണവായുധ ആക്രമണം എത്രത്തോളം ഭീകരമാണെന്ന് ഇതിനിടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ അണുബോംബ് പ്രയോഗമായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം ഒരു രാജ്യവും ആണവായുധ ആക്രമണം നടത്തിയിട്ടില്ല. ഒരുപക്ഷെ രാജ്യങ്ങൾ ഇത് നിർമ്മിക്കാതെ ഇരുന്നിട്ടുമില്ല. ഇന്ത്യ ഉൾപ്പെടെ ധാരാളം രാജ്യങ്ങൾക്ക് ആണവായുധ ശേഖരമുണ്ട്. എന്നാൽ ഇതിൽ 90% അമേരിക്ക, റഷ്യ എന്നീ 2 രാജ്യങ്ങളുടെ കൈകളിലാണ്. എങ്കിലും യുദ്ധമുണ്ടായാൽ ഏറ്റവും ഒടുവിൽ ആയിരിക്കും ആണവായുധം പ്രയോഗിക്കുക. തുടക്കത്തിൽ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായിരിക്കും. പരമ്പരാഗത ആയുധങ്ങൾ ധാരാളമായി ഉപയോഗിക്കുകയും ക്രമേണ യുദ്ധത്തിൽ മനുഷ്യർക്ക് പകരം അല്ലെങ്കിൽ മനുഷ്യരോടൊപ്പം ഡ്രോണുകളും പവർഫുൾ റോബോട്ടുകളും ഉണ്ടാവും. റോബോട്ടുകൾക്ക് പരിക്ക് പറ്റിയാലും രാജ്യങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ തന്നെ അതിർത്തി കയറി റോബോട്ടുകൾ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ടെക്നോളജിയുടെ പ്രധാനം അത്രത്തോളം വലുതായതിനാൽ ഹാക്കിങ്ങിനും സാധ്യത ഏറെയാണ്. ശത്രു രാജ്യത്തിൻ്റെ സെർവറുകൾ ഹാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ വരെ കൈയേറ്റം ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളിൽ പ്രവർത്തിക്കുന്ന മോഡേൺ വെപ്പൺ ആ രാജ്യത്തിന് നേരെ തിരിച്ചുവിടുക തുടങ്ങിയ ധാരാളം സാധ്യതകൾ ഇവയിൽ കാണുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി രാജ്യങ്ങൾക്ക് ഇൻ്റർനെറ്റ് സേവനങ്ങൾ പോലും നിർത്തിവെക്കേണ്ട അവസ്ഥ വരും. മൊബൈൽ ഫോണോ വാർത്തകളോ ഇൻ്റർനെറ്റോ എന്തിനും ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും പിന്നീട് മനുഷ്യരുടെ ജീവിതം.
അവശേഷിച്ച മനുഷ്യർ ഏകദേശം ആദിമ മനുഷ്യന്റെ ജീവിതശൈലിയിലായിരിക്കും പിന്നീട് ജീവിക്കുന്നത്. പക്ഷെ അവരെ നിരവധി മാറാരോഗങ്ങൾ വേട്ടയാടുന്നുണ്ടാവും. ഒരുപക്ഷെ അവരുടെ കൈക്കാലുകൾ നഷ്ടപ്പെട്ടേക്കാം. റേഡിയേഷന്റെ ഫലമായി അവരുടെ ജീവിതം തന്നെ ഒരു അണുബാധയായി മാറിയിട്ടുണ്ടാവും. ലോകത്തെ മൊത്തം കോവിഡ് വരുത്തിവെച്ച നഷ്ടം വളരെ വലുതായിരുന്നു. അതുപോലെ ചിലപ്പോൾ അതിനേക്കാൾ ഭീകരമായ പുതിയ വൈറസുകളെയും ബാക്ടീരിയകളെയും മറ്റു ലാബുകളിൽ നിർമ്മിച്ച് ശത്രു രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന ബയോ വെപ്പൺസിന്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ലോകത്തിലെ മനുഷ്യരെ മൊത്തം സോംബികളാക്കി മാറ്റാൻ കഴിവുള്ള വൈറസുകളും ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് ഇന്ന് അധികം സമയമൊന്നും വേണ്ട. ഇത് കൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇല്ലീഗലായി നടക്കുന്ന ചില രഹസ്യ പരീക്ഷണങ്ങളുടെ റിസൾട്ടും ഏരിയ 51 പോലെയുള്ള സ്ഥലങ്ങളിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന മോഡേൺ ആയുധങ്ങളും വേൾഡ് വാർ 3യിൽ ഉയർന്നു വരാം. അങ്ങനെ കരയിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും യുദ്ധം ചെയ്യുന്നതിനോടൊപ്പം സാറ്റലൈറ്റുകൾ വഴി ബഹിരാകാശത്തു നിന്നുള്ള ആക്രമണങ്ങളും പ്രതീക്ഷിക്കാം. പക്ഷേ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം തീവ്രതകൾ. അവസാനമായി ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആണവായുധം ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി മറ്റു രാജ്യങ്ങളും ഇത് ആവർത്തിക്കും. അഥവാ അങ്ങനെ ഉണ്ടായാൽ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിലുണ്ടായ ആണവാക്രമണത്തിനേക്കാൾ 10,000-കണക്കിന് മടങ്ങി സ്ഫോടനശേഷിയുള്ള ധാരാളം ആണവായുധങ്ങൾ ഇന്ന് ലോക രാജ്യങ്ങളുടെ കൈവശമുണ്ട്. അതെല്ലാം ഈ ഭൂമിക്ക് മുകളിൽ വർഷിക്കും. ഈ ശേഖരങ്ങളിൽ 5-1 മാത്രം മതി ഭൂമിയുടെ ഉപരിതലം മൊത്തം നശിപ്പിക്കാൻ. അങ്ങനെയെങ്കിൽ പിന്നീട് 3ാം ലോക മഹായുദ്ധത്തോടെ ഭൂമി അവസാനിച്ചു എന്നായിരിക്കും റിസൾട്ട്. അതല്ലെങ്കിൽ കുറച്ചെങ്കിലും ഭൂമിയിൽ അവശേഷിച്ച മനുഷ്യർ ഒരു സോംബികളായി മാറും. വീഡിയോ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയോടെ ബൈ.